സ്നേഹാദരണീയരായ വിദ്യാർത്ഥിനി സഹോദരങ്ങളെ, വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മറക്കാതിരിക്കുക, ജീവിതം അവസാനിക്കുന്നില്ല എന്ന ഒരു വിഷയത്തെക്കുറിച്ച് പരിമിതമായ സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ പഠിക്കാനും പരിചയപ്പെടാനുമാണ് ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതും ഒരുമിച്ച് കൂടിയതും. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലവും ലോകം അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഘടിപ്പിക്കപ്പെടുന്ന പരിപാടികൾ പോലും ലോകത്തിന്റെ നാനാഭാഗത്തിരുന്ന് കാണാൻ സൗകര്യപ്പെടുമാറ് ശാസ്ത്രവും മനുഷ്യരും ഒരു മനുഷ്യനെ അമ്പരപ്പിക്കുന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നാനാതരം പ്രശ്നങ്ങളുമായി ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് തന്നെ ആ ജീവിതത്തിനിടയിൽ ചിലർ വിജയിക്കുന്നു, ചിലർ പരാജയപ്പെടുന്നു. കോടികൾ സമ്പാദിക്കുന്നവരുണ്ട്, ഒന്നും സമ്പാദിക്കാൻ പറ്റാതായി പോയവരുണ്ട്. നാലാളുകൾക്കിടയിൽ പറയാൻ പറ്റുന്ന സ്റ്റാറ്റസ് ഉള്ള ജോലി നേടിയവരുണ്ട്. ഇപ്പോഴും ഏതോ കടയുടെ ഉള്ളിൽ സെയിൽസ്മാനായി ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ മനുഷ്യരെത്രയേറെ സമ്പാദിച്ചാലും, ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും ഒരു കാര്യത്തിൽ മനുഷ്യരെല്ലാവരും തുല്യരാ: മരണത്തിന്റെ വിഷയത്തിൽ. ആ മരണം തേടിയെത്തുന്ന സമയത്ത് പണക്കാരനാവട്ടെ, പാവപ്പെട്ടവനാവട്ടെ, കൊട്ടാരത്തിലുള്ളവനാവട്ടെ, കുടിലുള്ളവനാവട്ടെ, ദരിദ്രനാവട്ടെ, സാമ്പത്തിക ഭദ്രതയിൽ ജീവിക്കുന്നവനാവട്ടെ, 1000 സ്വപ്നങ്ങൾ നെഞ്ചിൽ കൊണ്ട് നടക്കുന്നവരാകട്ടെ, 1000 സ്വപ്നങ്ങൾക്ക് പിന്നാലെ പരക്കം പായുന്നവരാകട്ടെ, മരണത്തിന്റെ മുൻപിൽ ഞാനും നിങ്ങളും തുല്യരാ. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതുപോലെ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഓരോരുത്തരുടെ സമയം വന്നെത്തിക്കഴിഞ്ഞാലും അവൻ അന്യനാട്ടിലാവട്ടെ, ചീറിപ്പായുന്ന വാഹനത്തിന്റെ മുകളിലാവട്ടെ, അല്ലെങ്കിൽ സുരക്ഷിതമായ താവളമെന്നുറപ്പിച്ചിരിക്കുന്ന വീടിന്റെ ബെഡ്റൂമിന്റെ ബെഡുകളിലാവട്ടെ, കൂട്ടുകാരോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ടർഫുകളിലാവട്ടെ, പാതയോര വക്കത്തിരുന്ന് കഥ പറയുന്ന കൂട്ടുകാരോടൊപ്പമാവട്ടെ, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ആ സമയം വന്നെത്തിക്കഴിഞ്ഞാൽ ഒരണുമണി തൂക്കം മുൻപോട്ടോ പിന്നോട്ടോ കൊണ്ടുപോകാതെ പടച്ച റബ്ബ് നമ്മളെ കൊണ്ടുപോകും. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങളുടെ സ്വപ്നങ്ങളെപ്പറ്റിയും ആഗ്രഹങ്ങളെപ്പറ്റിയും 1000 സങ്കല്പങ്ങളെപ്പറ്റിയും അറിയുന്ന പടച്ച റബ്ബ് നിങ്ങളുടെ സമയമെത്തുമ്പോൾ നമ്മളെ ഓരോരുത്തരെയും ഈ ദുനിയാവിൽ നിന്നും കൊണ്ടുപോകും. മുൻകാലഘട്ടത്തിലുള്ള ചരിത്രകാരന്മാര് പറയുന്നത് പോലെ ഒരു രംഗബോധമില്ലാത്ത കോമാളിയെപ്പോലെ മരണം നമ്മളിലേക്ക് കടന്നു വരും. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കേട്ടില്ലേ, തൊട്ടടുത്ത പ്രദേശമായ വളാഞ്ചേരിയിൽ താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ മരണവാർത്ത. മുഹമ്മദ് ഷഹീൻ എന്ന ചെറുപ്പക്കാരൻ +2 കഴിഞ്ഞ് പിന്നീട് അവന്റെ ഡിഗ്രി എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നാട്ടിലും കൂട്ടിലും കുടുംബത്തിലും നല്ല വാക്കേയുള്ളൂ ആ ഷഹീനെ പറ്റി. അവസാനം പെരുന്നാളിന്റെ 2 ദിവസങ്ങൾക്ക് ശേഷം കൂട്ടുകാരോടൊപ്പം യാത്ര പോകാൻ ആഗ്രഹിച്ചു. ഉമ്മാനെ കണ്ട് വിവരം പറഞ്ഞു. ആക്സിഡന്റ് പറ്റിക്കിടക്കുന്ന വാപ്പ, കാലുപൊട്ടിക്കിടക്കുന്ന വാപ്പയോട് സമ്മതം വാങ്ങി. പെങ്ങന്മാരോടും അളിയന്മാരോടും കിട്ടാവുന്നത്ര പണം സംഘടിപ്പിച്ച് തന്റെ കൂട്ടുകാരായ 4 പേരോടൊപ്പം കാറിൽ പുറപ്പെടുമ്പോ ആ ഉമ്മ മകന്റെ നെറ്റിയിൽ ഉമ്മ കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്, മോനെ പടച്ചവനെ സ്തുതിക്കണേ എന്ന്. പക്ഷേ മണിക്കൂറുകൾക്കപ്പുറം നട്ടപ്പാതിര നേരത്ത് ആ ഉമ്മാന്റെ ഫോണിലേക്ക് വന്നൊരു കോള് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തണമെന്നായിരുന്നു. എന്തിനെന്നറിയാതെ വെപ്രാളപ്പെട്ട് കാല് പൊട്ടിക്കിടക്കുന്ന വാപ്പക്ക് പകരം
ആ ഉമ്മ ആശുപത്രിയിലേക്ക് കയറി ചെന്നപ്പോ കാണുന്നത് ഐസിയുവിന്റെ ഉള്ളിൽ 18ലധികം വയറുകൾ നെഞ്ചത്ത് ഘടിപ്പിച്ച് മൂക്കിലൂടെയും തലയുടെ പല ഭാഗത്തും തുണികളാൽ പൊതിയപ്പെട്ട് തന്റെ മകന്റെ അവസാനത്തെ മിടിപ്പ്. പ്രിയപ്പെട്ട മക്കളെ, തന്റെ നെഞ്ചിന്റെ ഉള്ളിലുള്ള ഒരു രക്തത്തിന്റെ തുള്ളി തലച്ചോറിലെത്താൻ 18 ഞരമ്പുകളെ സ്വാധീനിച്ചുകൊണ്ട ഐസിയുവിന്റെ ഉള്ളിൽ പലപ്പോഴും അവര് ആ കാര്യം നിർവഹിക്കുന്നത്. 3-ാമത്തെ ദിവസം മകന്റെ മുകളിലേക്ക് ഒരു തണുത്ത അല്ലെങ്കിൽ ഒരു വെളുത്ത തുണി വലിച്ചിട്ട് അതിൻ്റെ ഉള്ളിന്ന് പുറത്തേക്ക് വന്നത് ആ ഉമ്മയുടെ കുടുംബത്തിന്റെ സ്വപ്നമായിരുന്ന മകന്റെ മയ്യത്തായിരുന്നു. 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് വയ്യാത്ത കാലുമായി പള്ളിയുടെ 1-ാമത്തെ സഫിലിരുന്ന് കരയുന്ന ഒരു വാപ്പയും ഉമ്മയും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ, മക്കളെ, ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും അള്ളാന്റെ അടുത്തേക്ക് മടങ്ങും. നമ്മൾ നേടിയതൊന്നും നമ്മളെ മരണത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കുകയില്ല. അതോടൊപ്പം നമ്മൾ കേട്ടില്ലേ മറ്റൊരു മരണ വാർത്തയും? ഏതൊരു കുടുംബത്തിന്റെയും സന്തോഷത്തിന്റെ സുദിനം ബലിപ്പെരുന്നാളിന്റെ പുലരി കുളിച്ച് വാപ്പ വാങ്ങിക്കൊടുത്ത പുത്തനുടുപ്പിട്ട് ആ +2 കഴിഞ്ഞ ഹനാൻ ഹുസൈൻ എന്ന ചെറുപ്പക്കാരൻ മുക്കം ഈദ്ഗാഹിലേക്ക് കയറി ചെന്നു. ഉപ്പയോടൊപ്പം ആ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇമാമിന്റെ പിന്നാലെ നിന്നു. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ആർത്ത് വരുന്ന അല്ലെങ്കിൽ ആവർത്തിക്കുന്ന തക്ബീറത്തുൽ ഇഹ്റാമിനിടയിൽ എപ്പോഴോ നെഞ്ചത്ത് കെട്ടിയ കൈക്കുള്ളിൽ ഹൃദയത്തിന്റെ ചലനം നിലച്ചു. നിശബ്ദനായി ആ സഫിന്റെ ഇടയിലേക്ക് മുസല്ലയിലേക്ക് മരിച്ചു വീണ ഹനാൻ എന്ന ചെറുപ്പക്കാരനെ പറ്റി ആ ഉമ്മാക്കും വാപ്പാക്കും നല്ലതേയുള്ളൂ. ഓരോരുത്തരും ആ മകന്റെ മരണവാർത്തയെ തൊട്ട് സങ്കടം കൊണ്ട് വീർപ്പുമുട്ടുമ്പം ഈ 2 മക്കളെ തൊട്ടും രക്ഷിതാക്കൾ പറഞ്ഞൊരു വാക്കുണ്ട്: എന്റെ മക്കളെ പടച്ച റബ്ബ് തിരിച്ചു വിളിച്ചത് ഒരു സങ്കടമാണെങ്കിലും ഞങ്ങൾക്കുറപ്പാ എന്റെ മക്കൾക്ക് പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടാകുമെന്ന്. ഒരു വക്ത് നമസ്കാരം തെറ്റിക്കാത്ത, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന, കുടുംബത്തോട് കടമകൾ നിർവഹിക്കുന്ന, നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായ, ഒരാളോട് പോലും തലതെറുത്ത് സംസാരിക്കാത്ത, പടപടാ പൊട്ടുന്ന വാഹനത്തിൽ നാട്ടുകാരെ വെല്ലുവിളിക്കാത്ത, ഏതെങ്കിലും ഒരു കുടുംബത്തിലെ പെണ്ണിനെ ലവ് മാരേജ് ഇല്ലെങ്കിൽ പ്രവർത്തനം കാണിച്ച് വഞ്ചിക്കാത്ത സ്വന്തം മക്കളെ പറ്റി ആ രക്ഷിതാക്കൾക്ക് അഭിമാനമുണ്ടെങ്കിൽ, മക്കളെ, ഈ തിരിച്ചുപോക്കിന്റെ മുൻപിൽ എനിക്കും നിങ്ങൾക്കും നമ്മളെ കുടുംബത്തിന് കൊടുക്കാനും അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താനും നമുക്കുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. എന്തുണ്ട് നമ്മളുടെ കയ്യിൽ? നമ്മളിൽ പലർക്കും തോന്നും, ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോ എന്തിനാ പടച്ച റബ്ബ് ബുദ്ധിമുട്ടിക്കുന്നത്? എന്തിനാ കുടുംബത്തെ പടച്ച റബ്ബ് സങ്കടപ്പെടുത്തുന്നത്? വേണം, മരണമുണ്ടെങ്കിലേ ജീവിതത്തിനൊരു ലക്ഷ്യമുള്ളൂ. മരണാനന്തര ലോകത്ത് ഓരോന്നിനും കണക്ക് നോക്കി പടച്ച റബ്ബ് പ്രതിഫലം നിശ്ചയിക്കും. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചില്ലേ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറഹും യൗമൽ ഖിയാമ ഫമൻ സുഖ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എത്രയേറെ വെപ്രാളപ്പെട്ടോടുന്നവരാണെങ്കിലും, എത്രയേറെ സ്വപ്നങ്ങൾ നെഞ്ചിൻ കൂടിലുണ്ടെങ്കിലും, എത്രയേറെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പരക്കം പായുന്നവരാണെങ്കിലും, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണം ചെരുപ്പിന്റെ വാറിന്റെ അടുത്തുണ്ട്, മരണം ശ്വസിക്കുന്ന തൊണ്ടക്കുഴിയിലുണ്ട്, പുതച്ചുറങ്ങുന്ന പുതപ്പിന്റെ താഴെയുണ്ട്, ആക്സിലേറ്റർ കൊടുക്കുന്ന ആക്സിലേറ്ററിന്റെ റോഡിന്റെ അരികിലുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. ആ മരണമുണ്ടെങ്കിലേ കൃത്യമായ പ്രതിഫലം അവന് നൽകപ്പെടൂ. സിനിമ കണ്ട്, സീരിയൽ കണ്ട്, അവരന്റെ പെൺമക്കളെ സ്വാധീനിച്ച്, അന്യന്റെ കുടുംബത്തിലെ ആൺമക്കളെ വശീകരിച്ച്, ചുണ്ടിലെരിയുന്ന സിഗരറ്റുമായി കണ്ടു തീരാത്ത വൃത്തികേടിന്റെ ബ്ലൂ ഫിലിമുകൾ തിരഞ്ഞ് പോൺ സൈറ്റുകളിൽ നിന്ന് പോൺ സൈറ്റുകളിലേക്ക് പോകുന്ന ചെറുപ്പക്കാരനും അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന ബാങ്ക് കേൾക്കുമ്പം ഒതുവെടുത്ത് പള്ളിയിലേക്ക് നടക്കുന്നവനും തുല്യരല്ല. അവര് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അവന്റെ ജീവിതത്തിൽ അടയാളങ്ങൾ ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും പ്രവർത്തിച്ചതിന്റെ കൂലി അവർക്കല്ല നൽകണമെങ്കിൽ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തെ ആസ്വദിക്കുക തന്നെ വേണം. കാരണം പടച്ച റബ്ബിന്റെ മഹ്ശറാ ലോകത്ത് തറവാടിന്റെ വലുപ്പമില്ല, ആരോഗ്യത്തിന്റെ ജീവിത രീതികളില്ല, സിക്സ് കാപ്പ് ബോഡിയുടെ അഹങ്കാരങ്ങളില്ല, പടപടാ പൊട്ടുന്ന ബുള്ളറ്റിന്റെ അഹങ്കാരങ്ങളില്ല, തേച്ചുമിരിക്കുന്ന ലിപ്സ്റ്റിക്കിന്റെ ഭംഗിയില്ല, തേച്ചുമിരിക്കുന്ന ഫേഷ്യൽ ക്രീമിന്റെ ഭംഗിയില്ല, ഒട്ടകത്തിന്റെ കുടുമ പോലെ കെട്ടിവെച്ച മുടിയുടെ ഭംഗിയില്ല. ആ ലോകത്ത് പടച്ച റബ്ബ് ഓർമ്മപ്പെടുത്തി, ഓരോരുത്തരുടെ കണക്ക് നോക്കിയും അള്ളാഹു നിശ്ചയിക്കുന്ന ഒരു സ്വർഗമുണ്ട്,
ഒരു നരകമുണ്ട്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും തറത്തൻ നുഖ്റാ. ഈ ലോകമാണ് വലുത് എന്ന് വിചാരിക്കല്ലേ. ഈ ലോകത്ത് 10-60 കൊല്ലം പടച്ച റബ്ബിന്റെ ഔദാര്യം കൊണ്ട് ജീവിക്കുന്നവര് മാത്രമാ ഞാനും നിങ്ങളും. ഇരുചക്ര വാഹനത്തിൽ പറക്കുമ്പോ അതിനെ സംവിധാനിച്ചവൻ പടച്ച റബ്ബ, താങ്ങുന്നവൻ പടച്ച റബ്ബ. എതിരെ വരുന്ന വാഹനത്തെ നിയന്ത്രിച്ച് എന്റെ വാഹനത്തെ തട്ടിത്തെറിപ്പിക്കാതെ പരിപാലിക്കുന്നവൻ എന്റെ റബ്ബ, എന്റെ ഉമ്മാന്റെ നാവ, എന്റെ ഉപ്പാന്റെ പ്രാർത്ഥനയാ. അതുകൊണ്ട് മനുഷ്യരെ, മിൻഹാ ഖലഖനാകും, നിങ്ങൾ വന്നത് പടച്ച റബ്ബിന്റെ അരികിൽ നിന്നാണെങ്കിൽ വഫീഹാ നുഈദുകും, ആ റബ്ബിന്റെ അരികിലേക്ക് തന്നെ എനിക്കും നിങ്ങൾക്കും മടങ്ങാനുണ്ട്. പിന്നീട് ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ അടുത്ത് ഞാനും നിങ്ങളും സൃഷ്ടിക്കപ്പെടും, അതല്ലെങ്കിൽ പുനർജീവിപ്പിക്കപ്പെടും. അതുകൊണ്ട് തന്നെ അള്ളാഹു ഓർമ്മപ്പെടുത്തി, എന്തിനാ പടച്ച റബ്ബ് ജനിപ്പിച്ചത്? ആസ്വദിച്ച് ജീവിക്കാനല്ല, അഹങ്കാരത്തോടെ നടക്കാനല്ല, ആളുകൾക്കിടയിൽ പവർ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. തിന്നണം, കുടിക്കണം, ഫാസ്റ്റ് ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം, രാത്രി 2:30 വരെ ചാറ്റ് ചെയ്യണം, നേരം 8 മണിക്ക് എഴുന്നേൽക്കണം, വീണ്ടും കൂട്ടുകാരോടൊപ്പം തുള്ളണം, അല്ലെങ്കിൽ ക്യാമ്പസിൽ റാഗിങ് ചെയ്യണം, ഏതെങ്കിലും കുടുംബത്തിൽ വിഷത്തിന്റെ വിത്ത് വിതരണം, ചുണ്ടിലെരിയുന്ന ബ്രൗൺ ഷുഗറിന്റെ ആസ്വാദനം നൽകണം. അതിനു വേണ്ടിയിട്ടല്ല മനുഷ്യരെ ജന്മം. അല്ല തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ നിങ്ങളൊക്കെ വെറുതെ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന്? മാതാവിന്റെ ഗർഭാശയത്തിന്റെ 3 ഭിത്തികൾക്കുള്ളിലുള്ള അള്ളിപ്പിടിച്ച അണ്ടത്തിന്റെ അരികിലേക്ക് ഉപ്പാന്റെ തെറിച്ചു വീണ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് അലക്കയായി, മുതുകയായി, രക്തപിണ്ഡമായി, മാംസപിണ്ഡമായി നിങ്ങളെ സംവിധാനിച്ച റബ്ബ് ചോദിക്കുന്നു, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളൊക്കെ വെറുതെ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന്? അല്ല. നിങ്ങൾ ഏതു വാപ്പാന്റെ മക്കളാവണം, ഏത് ഉമ്മാന്റെ മുലപ്പാല് നിങ്ങൾ കുടിക്കണം, എത്ര കാലം നിങ്ങൾ ഈ ഭൂലോകത്ത് ജീവിക്കണം, എത്ര സമയം നിങ്ങളുടെ ആയുസ് നീട്ടണം എന്ന് തീരുമാനിച്ച റബ്ബ് ആ ജീവിതത്തിനൊരു മാർഗവും തന്നു. അമ്മാ ഖലഖനാകും, നിങ്ങളെ പടച്ച റബ്ബ് സൃഷ്ടിക്കാനുള്ള കാരണം അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലദീ ഖലഖൽ മൗത, അവൻ നിങ്ങളെ മരിപ്പിക്കുന്നതും ജനിപ്പിച്ചതും, ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ലത് പ്രവർത്തിച്ചത് എന്ന് അള്ളാഹുവിനെ പരീക്ഷിക്കാൻ വേണ്ടി, അള്ളാഹുവിന് പരിശോധിക്കാൻ വേണ്ടി, ആരാണ് ആ ജീവിതത്തിൽ ഏറ്റവും നന്മ പ്രവർത്തിക്കുന്നത് എന്നറിയാൻ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ ജീവിതം അത് ചോദ്യം ചെയ്യപ്പെടാനുള്ളതാ. ഇന്നല്ലെങ്കിൽ നാളെ ഓരോ നിമിഷത്തെ പറ്റിയും അള്ളാഹു നമ്മളോട് ചോദിക്കും. അതുകൊണ്ടാണല്ലോ പട്ടിണിയുടെ പരിവട്ടം കൊണ്ട് ഉറക്കം വരാത്ത അള്ളാഹുവിന്റെ പ്രവാചകൻ നട്ടപ്പാതിര നേരത്ത് പുറത്തിറങ്ങി നടന്ന് ഒരു പാവപ്പെട്ട സ്വഹാബി അല്പം കാരക്ക പ്രവാചകന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തപ്പം ആ കാരക്കയിൽ നിന്ന് ഒരു കഷണം ചീന്തിയെടുത്ത് ആ കാരക്കയിലേക്ക് നോക്കി കരയുന്ന അള്ളാന്റെ ഹബീബിനോട് സഹാബത്ത് ചോദിച്ചു, എന്തിനാ റസൂലേ നിങ്ങൾ കരയുന്നത്? പ്രവാചകൻ കാരക്കയിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, വല്ലാഹി വല്ലാഹി സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അല്ലാഹുവാണേ സത്യം, നിങ്ങൾക്ക് നൽകപ്പെട്ട ഓരോന്നിനെ പറ്റിയും അള്ളാഹു നിങ്ങളോട് ചോദ്യം ചെയ്യും. നിങ്ങളെ ഉപ്പയും ഉമ്മയും നിങ്ങൾക്ക് നൽകപ്പെട്ടതാണെങ്കിൽ, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ഒഴിവ് സമയം, നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങൾക്ക് നൽകപ്പെട്ട സമ്പത്തുകൾ, ഓരോന്നിനെ പറ്റിയും അള്ളാഹു നിങ്ങളോട് ചോദ്യം ചെയ്യും. അതുകൊണ്ടാ ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി മരണവെപ്രാളം കാണിക്കുന്നുണ്ട് എന്ന് കുറച്ച് സഹാബാക്കൾ വിവരമറിഞ്ഞു. മരണത്തിന്റെ ലക്ഷണങ്ങളൊക്കെ അബൂ ഹുറൈറാന്റെ ശരീരത്തിലുണ്ട് എന്നറിയുമ്പം കുറച്ച് സഹാബാക്കൾ കാണാൻ വേണ്ടി കയറി ചെല്ലും. ചെന്നു നോക്കിയപ്പോ കാണുന്നത് ഈത്തപ്പന ഓലയിൽ കണ്ണുനീരുമായി കിടക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ. ആരാ അബൂ ഹുറൈറ? നിങ്ങൾ പൂച്ചകളെ വിട്ടേക്കണേ, അതൊരു പാവം ജന്തുവാണെന്ന് റസൂലുള്ളാന്റെ മാവിൽ നിന്നും കേട്ടപ്പോ അന്നു മുതൽ ഒരു പൂച്ചക്കുഞ്ഞിനെ തോളത്തെടുത്ത് പോറ്റി, തനിക്ക് കിട്ടുന്ന ഭക്ഷണത്തിന്റെ പാതി കൊടുത്ത് പോറ്റി വളർത്തി നാട്ടുകാർ ആ മനുഷ്യനെ വിളിച്ചു അബൂ ഹുറൈറ, പൂച്ചകളുടെ വാപ്പ എന്ന്. അള്ളാഹുവിന്റെ പ്രവാചകൻ മൂത്രമൊഴിച്ച് കയറി വന്ന അതേ കല്ലിൽ ചെന്നിരുന്ന് മൂത്രമൊഴിക്കുന്ന അബൂ ഹുറൈറയോട് ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചിട്ടുണ്ട്, അബൂ ഹുറൈറ എന്തിനാ ഞാനിരിക്കുന്ന കല്ലിൽ തന്നെ ഇരിക്കുന്നത്? പുഞ്ചിരിയോടെ മറുപടി, നബിയേ അതിനും അള്ളാന്റെ കൂലിയുണ്ടെങ്കിലോ. മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹിക്ക് ബാങ്ക് കൊടുത്ത് ഇമാമത്ത് നിൽക്കുമ്പം